ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് പപ്പടമാണ് ഉണ്ടാക്കണം. പപ്പടം നമ്മുടെ വീട്ടിൽ എത്ര പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും, അതാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത്. പപ്പടം ഇല്ലാണ്ട് ഒരു കാര്യങ്ങളേ ഇല്ല. എന്താ വെച്ചാൽ കല്യാണം കാര്യങ്ങളൊക്കെ വരുന്നതല്ല. ഒരുവിധമുള്ള ആൾക്കാരെല്ലാവരും പപ്പടം വാങ്ങിക്കുക ചെയ്യുക. കല്യാണം ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും പരിപാടി ആയിക്കോട്ടെ, ഒക്കെ പപ്പടം വാങ്ങിക്കുക ചെയ്യുക. പക്ഷെ പപ്പടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് വീട്ടിലുണ്ടാക്കാൻ. ഒരു ദിവസം നമ്മൾ കുറച്ച് നേരം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ശുദ്ധമായ പപ്പടം നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് നമുക്ക് തയ്യാറിക്കാം. പക്ഷെ അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്നൊന്നും ഞാൻ കാണിച്ചു തന്നാലോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഉഴുന്നുപരിപ്പ്, ഉപ്പ്, നല്ലെണ്ണ, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാക്കാരോ അപ്പക്കാരം എന്നൊക്കെ പറയാം. ഞങ്ങളിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിനെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം, ചലിക്കണം. ഇപ്പം ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിൽ നമുക്ക് നന്നായി ഒന്ന് പൊടിച്ച് ചലിച്ചെടുക്കണം. കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് നല്ല പോലെ ഉണക്കിയ വേഗം പൊടിയും. വറുക്കരുത്, വെയിലത്ത് വെച്ച് ഉണക്കാനാ പറയണം. നന്നായി ഒന്ന് പൊടിച്ചു. നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ കൊട്ടിക്കൊടുക്കാം. ഇങ്ങനെ ചലിച്ചെടുക്കണം. നല്ല നൈസായിരിക്കണം ഇത് പൊടിക്കണത്. മില്ലിൽ കൊണ്ടും പൊടിക്കാം, നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാം. ചലിച്ചിട്ട് വേണം എന്തും ഉപയോഗിക്കണമെങ്കിൽ. എന്താ വെച്ചാൽ അതിലിത്തിരി തരി ഉണ്ടെങ്കിൽ പോലും നമുക്ക് പരത്തുമ്പോൾ കറക്റ്റ് ആയിരിക്കില്ല. അതിനാണ് ഇതിൻ്റെ തരി വീണ്ടും ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് കുറച്ചും കൂടി ഉണ്ടല്ലോ, അതും കൂടെ പൊടിച്ചെടുക്കാം. അപ്പം ഞാനിത് എങ്ങനെയാണ് കുഴച്ചെടുക്കണതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ വേണ്ടത് കുറച്ച് മാവ് മാറ്റി വെക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരത്തുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. കുറച്ച് ഫസ്റ്റ് എടുത്ത് വെക്കണം. ഇതാ ഇങ്ങനെ കുറച്ച് എടുത്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കിലോ ഉഴുന്നേ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് 1/2 കിലോനോ 1 കിലോനോ എങ്ങനെയാണ് വെച്ചാൽ ചെയ്യാം. അത് കുഴക്കണതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അത് എങ്ങനെ കുഴക്കണം കാണിച്ചാൽ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഇത് മുഴുവനും കൊട്ടിക്കൊടുക്കാം. ഇതിലേക്ക് അപ്പം ഞാൻ എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്ന് എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചു തരാം. സോഡാക്കാരം ഇതാ ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് പൊടി ഉപ്പാണ്. അത് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ഇടണമെങ്കിൽ. കുഴയ്ക്കുമ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്തണമെങ്കിൽ. ഇനി ഇതിൽ ചേർത്തേണ്ടത് നല്ലെണ്ണ. നല്ലെണ്ണ ഇനിയും വേണം, എന്നാലും നമ്മൾ നോക്കിയിട്ടാണ് കുഴയ്ക്കുക. എന്നിട്ട് വെള്ളം. ആ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നോക്കിയിട്ടേ ഒഴിക്കാവൂ. നല്ല പോലെ കുഴച്ചെടുക്കണം. വെള്ളം നോക്കിയിട്ടേ ഒഴിക്കാവൂ. അപ്പോൾ ഇതെങ്ങനെ നല്ല പോലെ ഇതെങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ടേബിൾ ടോപ്പിലിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് എത്ര നന്നായി കുഴക്കണോ നമുക്ക് ഈസിയായി പരത്താനും കിട്ടും. ചുട്ട നല്ല കറക്റ്റ് ആയിരിക്കും. നല്ല പോലെ കുഴച്ചെടുക്കാൻ തന്നെ പാടുള്ളൂ. പിന്നെ പരത്തണത് ഈസി ആയിരിക്കും. നല്ല പോലെ ഇതുപോലെ കുഴച്ചെടുക്കാം. നമുക്ക് കുഴച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ നല്ല കുഴ തട്ടി ഇതാ തൊടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ളി പോണ പോലെ നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഇപ്പോൾ നമുക്ക് കുഴയ്ക്കുമ്പോൾ തന്നെ ചെറിയ ജീരകം ഇട്ട് നമുക്കിതിലേക്ക് കുഴയ്ക്കാവുന്നതാണ്. ഞാൻ ഇതിലിപ്പോൾ ജീരകം ഇട്ടിട്ടില്ല. ഇത് നല്ല കട്ട് ചെയ്യേണ്ട പാകമാക്കി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇതിപ്പോൾ കറക്റ്റായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു മാക്സിമം അത്ര എടുത്തിട്ട് പരത്തിയിട്ട് നമ്മൾ ഇതിനെ ഒന്നും കൂടി കട്ട് ചെയ്യും. അപ്പം നമ്മൾ അതിനനുസരിച്ച് പേടിക്കാനൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഇത്ര വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പരത്തുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഉഴുന്നുപൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ കുറച്ച് ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലിങ്ങനെ വെച്ച് നമ്മുടെ അത് ഇതിലും കൂടെ കുറച്ചിങ്ങനെ ആക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിൽ ഒട്ടാൻ സാധ്യതയുണ്ട്.
അപ്പൊ നമ്മളിപ്പോ ഞാനിങ്ങനെ പരത്തി കാണിച്ചു തന്നു. ഇതിന്റെ സൈഡൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല കുഴക്കല് ഉപ്പ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇത് പൊട്ടാതെ ഇരിക്കുള്ളൂ. ഇത് നോക്കിക്കോളൂ, ഇങ്ങനെ കറക്റ്റായി വരുന്നത്. ഇതാണ് പപ്പടത്തിന്റെ അടയാളം. എങ്ങനെയാണ് അതിന്റെ രൂപം എന്ന്. ഇനി നമ്മളിതാ ഒരു പാത്രം, അതായത് ഇപ്പൊ ഇതിന്റെ മൂടി എടുക്കുമ്പോൾ ഈ മൂടി വന്നിട്ട് ഇവിടെ ഇത്തിരി കട്ടി കൂടുതലാണ്. നമ്മൾക്ക് ഇങ്ങനെ നൈസായിരിക്കണം, കത്തി പോലെ. എന്നിട്ട് നമ്മൾക്ക് ഏത് പാത്രമാണ് അളവ് ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇങ്ങനെ നമ്മൾ എടുക്കുക. ഇതിനിങ്ങനെ ഈ സാധനത്തിന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്തായി ഇതാ പപ്പടം കറക്റ്റായി. ഇതാ പാത്രം നമ്മുടെ ഏത് ലെവലോ അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് എന്ന് പറയണോ, ഇതൊന്നും ചെയ്യാനില്ല. നമ്മളതിനെ വേറൊരു ഉണ്ടിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ 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 ആക്കി കഴിഞ്ഞാൽ ഇതാ കറക്റ്റായി. ഇനി നമുക്ക് ഇതിനെയും പരത്തിയെടുക്കാം. അത്രയേ ഉള്ളൂ. പാത്രം കറക്റ്റ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുക. അത് പാത്രത്തിൻ്റെ ഈ സൈഡ് നല്ല ബ്ലേഡ് പോലെ ഇരിക്കണം. നമ്മൾക്കിപ്പോൾ ഇതിനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പരത്തി എടുക്കാം. ഇത് ഇത്തിരി ഉണങ്ങാൻ വെക്കണം. അപ്പം ഞാൻ ഉണങ്ങാൻ വെക്കേണ്ടത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു എന്താ പറയുക, തണലത്താണ് വെക്കേണ്ടത്. അധികം കാറ്റും വെയിലധികം തട്ടാത്ത സ്ഥലത്ത് നമ്മളൊരു ടൈൽ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇതിലൊക്കെ ഉണങ്ങാൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാ അങ്ങനെ നമ്മുടെ പപ്പടമൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിന് ഇനി ഒന്ന് തണലും വെയിലും ത്രീശ കിട്ടുന്ന അവിടെ കൊണ്ട് നമുക്ക് ഉണങ്ങാൻ വെക്കണം. ഞാൻ 1/4 കിലോ മാവ് എടുത്തിട്ടുണ്ടായിരുന്നു. 36 പപ്പടം ഇതിലുണ്ട്. കുറച്ച് മാവ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഉണങ്ങിയതാണ്. ഇത് നമുക്ക് ചിലപ്പോൾ കളയാം, ചിലപ്പോൾ വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് വീണ്ടും ഉണ്ടാക്കാം. പക്ഷെ ഞാനത് ചെയ്യില്ല. ഇനിയിപ്പോൾ നമുക്ക് ഉണങ്ങാൻ വെക്കണം. ബാബുവോ ഇതൊന്ന് പിടിക്കടാ. മെല്ലെ വാ, വെയിലൊന്നും അത്ര ഇല്ല, അവിടെ കൊണ്ട് വെക്കാം. നമ്മൾ നല്ല വെയിലത്ത് വെക്കരുത്. ഇതുപോലെ നല്ല വെയിലും എന്നാൽ ഇത്തിരി ചൂട് തട്ടണം, തണുപ്പും വേണം. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് വെക്കുക. ഒരു 20 മിനിറ്റോളം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ ഒന്നും ഇങ്ങോട്ട് മറിച്ചിടണം. എന്നാൽ പിന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പൊരിച്ചെടുക്കാം. അത്ര 10 മിനിറ്റായി. നമുക്കൊന്ന് മറിച്ചിടാം. ഇനി ഒരു 10 മിനിറ്റും കൂടി കഴിയട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പടമൊക്കെ ആയി നോക്കുക. ഇതാ നമ്മുടെ പപ്പടമായി നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ പാടിയിലുണ്ടാക്കിയ പപ്പടം. നമുക്ക് പോയി പൊരിച്ചെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ ചീനിച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായി ചൂടാവട്ടെ. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പപ്പടം ഉണ്ടാക്കിയത് നമുക്ക് പൊരിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കലും ചുടലും കാണിച്ചു തരികയാണ്. ബാബു എണ്ണ ചൂടായി. നമ്മുടെ പപ്പടമൊക്കെ റെഡി ആയി പോയി. പിന്നെ നമ്മുടെ പാടിയിൽ ഉണ്ടാക്കിയ പപ്പടം, ഒളപ്പം പപ്പടം, ഇത് വേറെ ലോകത്തെവിടെയും കാണില്ല. കാരണം ഇത് പാടിയിലെ പപ്പടമാണ്, പുഷ്പമ്മന്റെ പപ്പടമാണ്. കാച്ചി പപ്പടങ്ങൾ നമുക്കൊന്ന് പൊള്ളിച്ചെടുത്താലോ? ഞാൻ ഇട്ട് അടിപൊളി. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇട്, വേഗം ഇട്. എന്താ പുഷ്പമ്മ, നിങ്ങള് വിജയിച്ചല്ലേ? പാടിയിലെ പപ്പടം, പുഷ്പമ്മന്റെ ഗംഭീര പപ്പടങ്ങൾ, നമ്മളുണ്ടാക്കിയ പപ്പടമൊക്കെ പൊള്ളി തവിടുപൊടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഈ പപ്പടം കൂട്ടി ഇനി ഇന്ന് ചോറിനും ഗായ് നോക്കൂ ഗായ്സ്, ഇത്തിരി കരിഞ്ഞിട്ടുണ്ട്. നോക്കിട്ട് ചൂട് കമ്മിയാണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ? നമ്മള് പാത്രം നല്ല പാത്രമായിരുന്നു. ചൂട് ഒരുപാടായിട്ടാണ്. ചൂട് ഒരുപാടായിട്ട് അത് അങ്ങനെയാണ്. ഗായ്സ് പാടിയിലുണ്ടാക്കിയ പപ്പടം പൊള്ളിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പപ്പടം പോലെ പക്കയായിട്ടുള്ള റൗണ്ട് ഷേപ്പ് ഒന്നുമില്ല.
പുഷ്പമ്മന്റെ പരത്തലിന്റെ വൺ സൈഡ് പോക്കൊക്കെ ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ എങ്കിലും നമ്മളുണ്ടാക്കിയ പപ്പടം എന്ന് പറയുമ്പോ അതൊരു 1.5 പപ്പടമാണ്. ഞാൻ ഇത്ര പൊള്ളുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുഷ്പമ്മ. ഗംഭീരം. എന്തായാലും പുഷ്പമ്മ നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തല്ലേ, ആ വിടണല്ലേ, ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തല്ലേ. അത് ഉണങ്ങണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത്തിരി മാറൂടാ. അതാ നമ്മൾ ഉണങ്ങാൻ വെച്ച സമയത്ത് ചെറിയൊരു അൺഷേപ്പ് വന്നാലും നമ്മൾ പൊള്ളിക്കുമ്പോ അത് അറിയും, അത്രേ ഉള്ളൂ. പക്ഷെ കാച്ചി വരുമ്പോ റെഡി ആവൂടാ. പുഷ്പമ്മ കാച്ചി എല്ലാം ഗംഭീരമായിട്ട് കാച്ചുണ്ട് നമ്മുടെ പാടിയിലെ പപ്പടം. പരത്തുമ്പോഴൊക്കെ കറക്റ്റ് ഷേപ്പാണ്. പക്ഷെ ഇത് ഉണങ്ങി കഴിയുമ്പോ ചെറിയൊരു അൺഷേപ്പ് വരും. പക്ഷെ അത് പൊള്ളിക്കുമ്പോഴേ അറിയുള്ളൂ, അല്ലാതെ നേരെ നോക്കുമ്പോ അറിയില്ല, അല്ല ഇങ്ങനെ നോക്കി അറിയില്ല. അപ്പൊ എന്തായാലും സംഭവം പുഷ്പമ്മ നിങ്ങൾ കരുത്ത് തെളിയിച്ചു. പിന്നല്ലാതെ മതിയില്ലേ, നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ എന്നാ. ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പൊ അവസാനത്തെ പപ്പടവും നമ്മുടെ പൊള്ളിക്കൊണ്ടിരിക്കും. ഇത് നോക്ക്, ആപ്പം പുള്ളി മറ്റേ നമ്മുടെ കഴിക്കാൻ പറ്റാത്ത ലെവലായല്ലടാ. പത്തിരി ആപ്പമൊക്കെ പൊള്ളിന പോലെയാണ് പൊള്ളുന്നത് ഗായ്സ്. അടിപൊളി ഗായ്സ്. അപ്പൊ നമ്മുടെ പപ്പടത്തിന്റെ ലെവൽ എങ്ങനെയാണ്, ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാനാണ് ഇതാ നമ്മുടെ അടിപൊളി പാടിയിൽ ഉണ്ടാക്കിയ മുളപ്പൻ പപ്പടം പൊട്ടിച്ചു ഗായ്സ്. നമ്മുടെ പപ്പടം പരപരാന്ന് പൊട്ടുന്ന സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ പപ്പടത്തിന്റെ സക്സസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എങ്ങനെയുണ്ടാ? എല്ലാം കറക്റ്റാണ്. ഒരു പൊടിക്ക് ഉപ്പ് കുറവുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഉപ്പ് നോക്കാൻ എന്റെ അടുത്താ പറഞ്ഞ പുഷ്പമ്മ. അപ്പൊ എന്റെ പോരായ്മയാണ്. അപ്പൊ ചെറിയൊരു ഉപ്പ് കുറവുണ്ട്. പക്ഷെ ആ കുറവല്ല, എനിക്ക് നല്ല ചൊടുപ്പ് വേണമെന്നുകൊണ്ട് തോന്നുകയാണ്. പക്ഷെ പപ്പടം നമ്മുടെ അടിപൊളി, കണ്ടാൽ തന്നെ അറിയാം പൊളപ്പം പപ്പടമാണ്, പാടിയിലെ പപ്പടമാണ്, പുഷ്പമ്മന്റെ പപ്പടമാണ്. അപ്പൊ നമുക്ക് നിർത്താല്ലേ. ഗംഭീരമായിട്ട് ഇതേ 3 റെസിപ്പി ചേർത്തുകൊണ്ട് ചടപടമൊന്ന് കുഴച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൊള്ളിച്ചിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പുഷ്പമ്മനെ അറിയിക്കണം. ഗംഭീരമായിട്ടാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കാം വീട്ടില്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പൊ എല്ലാവർക്കും സമയത്ത് എല്ലാം കറക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മളെ പറയാൻ അതാണ് പുഷ്പം എന്ന് പറയുന്നത്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ചേർത്തുന്ന അളവും കുഴക്കണത് ഒരു 1.5 കുഴയിൽ ഒരു 1 hour ഇട്ട് ഉരുട്ടി കുഴച്ചാലേ ഇതുപോലത്തെ പൊളപ്പം പപ്പടം കിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും അടുത്ത കിടുക്കാച്ചി വീഡിയോ ആണെന്ന് പറയാം. ഈ പപ്പടം ഉണ്ടാക്കി ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അപ്പൊ എല്ലാവരും ഗൈസ് ബൈ.